Meet the editors. വിഴിഞ്ഞത്ത് വഴങ്ങിയോ എന്നതാണ് ചോദ്യം. പി എസ് സുനിൽ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്തയായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് വഴങ്ങിയോ എന്ന ചോദ്യമാണ് നമുക്ക് വരുന്നത്. കാലാകാലങ്ങളായുള്ള, അതായത് ഈ വിഴിഞ്ഞം പോർട്ട് വന്നത് മുതലുള്ള സാഹചര്യം കൂടി പരിശോധിച്ച് വേണം അതിനെ വിലയിരുത്താൻ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ എത്ര പണമാണ് അദാനി നിക്ഷേപിച്ചത്, എത്ര പണമാണ് അദാനി ചിലവാക്കിയത്, സംസ്ഥാന സർക്കാർ എത്ര ചിലവാക്കി എന്നതൊക്കെയുള്ള വിശദമായ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഏക തുറമുഖമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ട്. ലോകത്ത് ചരക്ക് നീക്കം നടക്കുന്നതിൽ 80% തുറമുഖങ്ങളിലൂടെയാണ്. ഇന്ത്യയിലെ ചരക്ക് നീക്കം നടക്കുന്നതും ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന സാമ്പത്തിക വരവ് എന്ന് പറയുന്നത് തുറമുഖങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തുറമുഖങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാലോ, 2025 മെയ് മാസത്തിലാണ് ഈ തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നത് അവിടുത്തെ ചരക്ക് നീക്കം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യമായ ഒരു വിവരവും സംസ്ഥാന സർക്കാരിനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മാരിടൈം ബോർഡുണ്ട്, ആ ബോർഡിനും കാര്യമായ വിവരങ്ങളില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ട്. ഏതായാലും അദാനി ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ഒരുപാട് ചട്ടലംഘനങ്ങൾ നടത്തി എന്നത് സംബന്ധിച്ചുള്ള വിവരം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. ഏതാണ്ട് 50 കോടി കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവ്യക്തതകളുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായ അടക്കം ഏതാണ്ട് 50 കോടിയോളം രൂപ അദാനി സംസ്ഥാന സർക്കാരിന് നൽകാനുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നേരത്തെ അദാനി പറഞ്ഞ പല ഉറപ്പുകളും പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി കൂടിയായ നിതിൻ ഗഡ്കരിയൊക്കെ തന്നെ വന്ന് കണ്ട ഒരു സാഹചര്യമൊക്കെ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏതായാലും അദാനി പല ഉറപ്പുകളും ലംഘിച്ചില്ല, പല ലംഘനങ്ങളും നടത്തുന്നു എന്നുള്ള ചർച്ചകൾ നേരത്തെ മുതൽ തന്നെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു അധികാരമാറ്റം നടന്ന് സംസ്ഥാനത്ത് പുതിയൊരു സർക്കാർ വന്നതിനിടയിൽ അദാനി നേരെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ ഒരു വിദേശ കമ്പനിക്ക് കൈമാറാനുള്ള തീരുമാനമെടുക്കുന്നത് അതിൻ്റെ പ്രാഥമിക കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തത്. ഇതിനായി സെബിയിൽ ലിസ്റ്റ് ചെയ്യാനുള്ള അനുമതി തേടുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത് അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നത് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ട് അദാനിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് അദാനി വ്യക്തമാക്കട്ടെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വലിയ വീഴ്ചയാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അദാനി തുറമുഖത്ത് എന്താണ് നടക്കുന്നത് എന്ന കാര്യം അറിയാനുള്ള ബാധ്യതയും അറിയാനുള്ള ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എന്താണ് ഈ വിഴിഞ്ഞം തുറമുഖത്ത് ചെയ്യുന്നത്? ഇനി ഈ തുറമുഖത്ത് വലിയ എന്തെങ്കിലും അട്ടിമറി നടന്നാൽ അതും സംസ്ഥാന സർക്കാർ അറിയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അദാനി എന്താണ് ഈ തുറമുഖത്ത് ചെയ്യുന്നത്? അത് അറിയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിൻ്റെ പണമാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. 5000-ലധികം കോടി രൂപയാണ് കേരള സർക്കാർ ഈ അദാനി തുറമുഖത്തിന് വേണ്ടി ചിലവാക്കിയത്. കേരളത്തിൻ്റെ ഭൂമിയാണ് അദാനിക്ക് നൽകിയിരിക്കുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നടത്തിപ്പവകാശം മാത്രമേ ഉള്ളൂ അദാനിക്ക്. ഉടമസ്ഥാവകാശം ഇപ്പോഴും കേരള സർക്കാരിൻ്റെ കയ്യിലാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഒരു തുറമുഖത്തിൻ്റെ ഓഹരികൾ 49% ഓഹരികൾ കരാറിൽ പറഞ്ഞത് പ്രകാരം 1 വർഷത്തിന് ശേഷം, അതായത് ഈ പോർട്ട് ഓപ്പറേഷനിലായി 1 വർഷത്തിന് ശേഷം ഓഹരികൾ വേണമെങ്കിൽ വിൽക്കാം. പക്ഷേ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. കാരണം സംസ്ഥാന സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം ഈ ഓഹരികൾ കൈമാറാം. ആ ഓഹരികൾ കൈമാറുന്നതിൽ ഇതെങ്ങനെ വേണം എന്ന് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് അഭിപ്രായം പറയാനുള്ള അവകാശവുമുണ്ട്. അപ്പോൾ അതുപോലും ചോദിക്കാതെയാണ് 49% ഓഹരികൾ കൈമാറുന്നത്. എന്ന് വെച്ചാൽ നേരെ പകുതി ഓഹരി കൈമാറുകയാണ്. കുത്തക അവകാശം ഒരുപക്ഷെ ഈ മൾട്ടിനാഷണൽ കമ്പനിക്ക് ഈ വിഴിഞ്ഞം പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഏക തുറമുഖമാണ്. അമേരിക്കയും ചൈനയും ഒക്കെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പാക്കാനുള്ള വലിയ നീക്കങ്ങൾ നടത്തുന്ന ഒരു കാലമാണിത്. നമുക്കറിയാലോ, ചൈനയാണ് ശ്രീലങ്കയിൽ തുറമുഖം നിർമ്മിക്കാനുള്ള എല്ലാ സഹായവും നൽകുന്നത്. ആ നിലയിൽ തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. നമ്മൾ ഈ
നേർപകുതി എന്ന് പറയരുത്, പ്രത്യേകിച്ചും ഓഹരിയുമായി ബന്ധപ്പെട്ട്. അതിൽ ഈ 2% വ്യത്യാസത്തിന് വലിയ മൂല്യമുണ്ട്. കാരണം തീരുമാനമെടുക്കാനുള്ള അധികാരം അപ്പോഴും നിൽക്കുന്നത് അതിന്റെ പേരിലാണ്. നേർപകുതി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെയായി പോകും. ആയിക്കോട്ടെ, 49% എന്ന് പറയുന്നത് വലിയ ശതമാനമാണ്. 100-ൽ 49% എന്ന് പറയുന്നത് വലിയ ശതമാനമാണ്. വേറെ കാര്യം പറയാം, അദാനിക്ക് വേണമെങ്കിൽ 74% ഓഹരികൾ വരെ വിൽക്കാം. ഈ കരാർ പ്രകാരം അദാനിക്ക് വേണമെങ്കിൽ 74% ഓഹരി വരെ കൈമാറ്റം ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ തുറമുഖത്തിൽ. കേരളത്തിന് ഈ തുറമുഖം വഴി 30 വർഷത്തേക്ക് ഒരു റിട്ടേണും കിട്ടുന്നില്ല എന്ന കാര്യവും നമുക്കറിയാമല്ലോ. 31-ാം വർഷമാണ് 1% കിട്ടുന്നത്. പക്ഷേ അദാനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് അദാനിക്ക് ഇത്രയും സ്വാതന്ത്ര്യം നൽകുന്നത്? ഇവിടെ വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ തന്നെ ചോദിക്കുന്നത്, അദാനി ഇപ്പോൾ എന്തിന് പ്രതിപക്ഷം KC വേണുഗോപാൽ ഇന്ന് ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത് അദാനി കേരളത്തിലെ സൂപ്പർ ഗവൺമെന്റ് ആണോ എന്നതാണ്. അത് അദാനിയോട് ചോദിച്ച ചോദ്യമാണോ കേരള സർക്കാരിനോട് ചോദിച്ച ചോദ്യമാണോ എന്നതിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ആരാണ്, BJP ആണോ കേരളം ഭരിക്കുന്നത് എന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട്. BJP സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ അദാനി പെരുമാറുന്നത് അതേ രീതിയിലാണ് കേരളത്തിൽ പെരുമാറാൻ ശ്രമിക്കുന്നത്, അങ്ങനെയാണോ എന്ന ചോദ്യം കൂടി KC വേണുഗോപാൽ ഉയർത്തുകയാണ്. ആ ചോദ്യത്തിന് വലിയ മാനങ്ങളുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് VD സതീശൻ ദ പ്രിന്റിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് പ്രിന്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്, Adani run Vizhinjam port crucial for Kerala will support if UDF return to power. അദാനി തുറമുഖം, വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. UDF അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഇതിനെ പിന്തുണയ്ക്കും, ഇതിനെല്ലാ പിന്തുണയും നൽകും എന്ന് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ദ പ്രിന്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്. Rahulji is attacking Adani because Narendra Modi is helping Adani Group. We have seen many reports. I don't want to go into any merit of this report എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് VD സതീശൻ തുടർന്ന് പറയുന്നത്, when we were in power, we invited Adani Group to make Vizhinjam port. We invited because it is very difficult to get a partner with the government to do that. Adani has been constructing port across the country. They are expert എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴെ പറയാണ്, വി വിൽ സപ്പോർട്ട്. അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ അദാനിക്ക് എല്ലാ പിന്തുണയും നൽകും. മുകളിൽ രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദാനിയെ കേന്ദ്ര സർക്കാർ അമിതമായി സഹായിക്കുന്നു എന്ന ആരോപണമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളുണ്ട്, മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഒറ്റ കാര്യം, അപ്പം ഞാൻ ചെയ്യുന്നത്, വിഴിഞ്ഞത്ത് അദാനി ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകുമെന്നല്ലാതെ എന്താണ് അതിൽ നിന്ന് കൂടുതലായിട്ട് അങ്ങേക്ക് വായിക്കാൻ പറ്റുന്നത്? ഇല്ല, ഞാൻ പറയുന്നത് ശരിയാണ്. അതുവരെ അത് ശരിയും പിന്നീട് അത് തെറ്റുമാകുന്നത് എങ്ങനെയാണ്? പക്ഷേ അദാനിയെ നിരീക്ഷിക്കണം എന്ന് പറയുമ്പോൾ അദാനി അവിടെ ഉണ്ട്. ശരിയാണ്, അദാനി അവിടെ ഉണ്ട്. അദാനി തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അദാനി അവിടെ ഉണ്ടായിട്ട് അദാനി ചെയ്ത കാര്യം ഇതല്ലേ? അദാനി കേരള സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെ കേരള സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ കൈമാറ്റം ചെയ്തിരിക്കുന്നു. കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത് കേരള സർക്കാർ അറിഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്. എനിക്കിപ്പോഴും അതിൽ പൂർണ്ണ വിശ്വാസമില്ല. കേരള സർക്കാർ അറിയാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ അറിയാതെ അദാനി ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന പ്രതിഷേധം കാപട്യമാണ്. അത് എനിക്കതിൽ സംശയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിൽ സംശയമുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അദാനിയുമായി മുഖ്യമന്ത്രി VD സതീശന് വലിയ സൗഹൃദമുണ്ട്, വലിയ ബന്ധമുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. കാരണം മെയ് 1-ാം തീയതി മുഖ്യമന്ത്രിയാവുന്നതിന് മുൻപ് മെയ് 1-ാം തീയതി മൂകാംബികയിലേക്ക് നടത്തിയ VD സതീശന്റെ യാത്ര ഇപ്പോഴും സംശയമായി നിലനിൽക്കുകയാണ്. ആരാണ് VD സതീശന് മൂകാംബികയിലേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ പോകാൻ 25 ലക്ഷം രൂപ നൽകിയത് എന്ന കാര്യം ഇതുവരെ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു സുഹൃത്തുണ്ടോ 25 ലക്ഷം രൂപ വെറുതെ VD സതീശന് വിമാനയാത്ര നൽകാൻ കൊടുക്കാൻ? ഏത് സുഹൃത്താണ് VD സതീശന് 25 ലക്ഷം രൂപ ചാർട്ടേഡ് വിമാനം വാങ്ങി മൂകാംബികയിലേക്ക് പോകാൻ സംഭാവന നൽകിയത്? അന്ന് കണ്ട പ്രധാനപ്പെട്ട നേതാവ് കർണാടകത്തിലെ ഓപ്പറേഷന്റെ ചുമതലയുള്ള അദാനിയുടെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അന്ന്
വി ഡി സതീശൻ കണ്ടിട്ടുള്ളത്. കണ്ട ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതെ, കണ്ട ചിത്രങ്ങൾ പുറത്തു സൗഹൃദ കൂടിക്കാഴ്ചയാണെന്ന് പറയുന്നു. ആ സൗഹൃദ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഇതിൽ ഒരുപാട് സംശയമുണ്ടെന്ന്. ആ സംശയമാണ് ദൂരീകരിക്കപ്പെടേണ്ടത്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ്. അദാനിയുടെ ഈ നീക്കം തീർച്ചയായും കേരള സർക്കാർ റദ്ദാക്കേണ്ടതാണ്. വിഴിഞ്ഞത്ത് വഴങ്ങുകയാണല്ലോ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അദാനി പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സർക്കാരുമായി ആശയവിനിമയം നടത്തേണ്ടതായിരുന്നു, സർക്കാർ അത് അറിയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ എൻ്റെ അവസരത്തിൽ പറയുകയും ചെയ്യാം. പക്ഷേ ഓക്കെ, ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയാം. ഞാൻ എൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് എനിക്ക് സുനിൽ സാറിനോട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞ ആ സെന്റൻസ് അങ്ങൊന്ന് മുഴുവൻ വായിക്കാമോ? ഈ രാഹുൽ ജി ഇസ് അറ്റാക്കിംഗ് അദാനി ബിക്കോസ് നരേന്ദ്രമോദി ഈസ് ഹെൽപ്പിംഗ് ദ അദാനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ആ സെന്റൻസ് മുഴുവൻ വായിക്കാമോ? പ്രിന്റിൽ വന്ന ലേഖനം അങ്ങൊന്ന് മുഴുവൻ വായിക്കാം. അല്ലെങ്കിൽ ഞാൻ വായിക്കാം, കുഴപ്പമില്ല. അതായത് ഈ മോദി ഗവൺമെന്റ് ഇല്ലീഗലി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് രാഹുൽജി അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നു. അതിന് പിന്നാലെ അദ്ദേഹം പറയുന്നത്, he added the Vizhinjam port is crucial for the socio-economic development of the state and the Congress-led United Democratic Front will support the group in operating it എന്നാണ് പറയുന്നത്. വിഴിഞ്ഞം പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം അത് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക മുന്നേറ്റത്തിന് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് അതേ സെന്റൻസിലാണ് പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധി എതിർക്കുന്നത് മോദി ഇല്ലീഗലായി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഞങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ന്യായീകരണം കൂടി, കാരണം കൂടിയാണ് വി ഡി സതീശൻ പ്രിന്റ് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ രാഹുൽജിക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വിരുദ്ധമായ ഒരു നിലപാട് എന്ന നിലയ്ക്ക് വിരുദ്ധമായ നിലപാട് എന്ന നിലയിലല്ല ഞാൻ പറഞ്ഞത്. അദാനി എന്ന് പറയുന്ന ഒരു സംവിധാനത്തോട്, അദാനി എന്ന് പറയുന്ന കമ്പനി കേരളത്തിൽ നടത്തുന്ന ഈ പോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും എന്നുള്ളതാണ് നിലപാട്. അത് സ്വാഭാവികമായി നൽകേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാ കാര്യം ആലോചിച്ച് തീരുമാനം എടുക്കുന്ന സതീശന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും മറ്റൊരു കാര്യമാണ്. പെട്ടെന്ന് തീരുമാനം എടുക്കാൻ വഴിയുന്നുണ്ടല്ലോ. നമ്മളൊരു കാര്യം നമ്മളൊരു കാര്യം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് വേർബാറ്റം പറയണം, അതിന് ഫുൾ ആയിട്ടുള്ള കാര്യം പറയണം. സപ്പോർട്ട് ചെയ്യും എന്ന് മാത്രമേ അങ്ങ് പറഞ്ഞുള്ളൂ. ഇൻ ഓപ്പറേറ്റിംഗ് ഇറ്റ് എന്നതുകൂടി പറഞ്ഞാലേ അത് ഓപ്പറേറ്റിംഗ് ഇറ്റ് എന്നത് ആ സെന്റൻസിന്റെ ഭാഗമാണ്. കുത്തോ കോമയോ പോലും അതിനിടയ്ക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ അദാനിയെ സപ്പോർട്ട് ചെയ്യും ഇൻ ഓപ്പറേറ്റിംഗ് ഇറ്റ്, അതായത് വിഴിഞ്ഞം പോർട്ടിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി അതിന്റെ അതൊരു കൺസെഷൻ കരാറിന്റെ പേരിലാണ്. അത് സപ്പോർട്ട് ചെയ്തൊരു സർക്കാർ മാറി നിൽക്കാൻ കഴിയില്ല. ഇതിനി UDF പറഞ്ഞാണോ? അല്ല, സപ്പോർട്ട് ചെയ്തൊരു സർക്കാർ മാറി നിൽക്കാൻ കഴിയില്ല എന്ന് LDF അധികാരത്തിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. അത് 10 വർഷത്തിന് ശേഷം വി ഡി സതീശൻ മാറ്റി പറയാൻ ഒരു മിനിറ്റ്. മാധുവിന് പറയാനുള്ള കാര്യങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം വന്നാലോ? ചോദ്യം മാത്രമായിരുന്നല്ലോ. മാധു, വിഴിഞ്ഞത്ത് വഴങ്ങിയോ? വിഴിഞ്ഞത്ത് വഴങ്ങരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വഴങ്ങി എന്ന സൂചനകൾ ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് വഴങ്ങിയിരിക്കുന്നു. അതായത് ഈ കരാറ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കരാറ് നടക്കുന്നതിന് മുൻപ് അത് സർക്കാരിനെ കൃത്യമായി അറിയിക്കണമെന്ന് കരാറിൽ എഴുതി വെച്ചിട്ട് അത് ലംഘിക്കാനുള്ള ആത്മധൈര്യം എവിടെ നിന്നാണ് അദാനിക്ക് കിട്ടുന്നത് എന്ന ചോദ്യമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം വളരെ ശക്തമാണ്. കാരണം ഇവിടെ കാര്യങ്ങൾ ഈസിയാണ് എന്നൊരു തോന്നൽ അദാനിക്കുണ്ടാകരുത്. അത് ഈ അദാനി അവിടുത്തെ ഓപ്പറേഷൻ തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് ഉണ്ടാകരുത്. രാജ്യത്തെ മറ്റിടങ്ങളിൽ അനധികൃതമായ തരത്തിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾക്ക് അദാനിക്ക് യാതൊരു പ്രശ്നവുമില്ല എങ്കിലും കേരളത്തിൽ അത് സാധ്യമാകില്ല എന്ന ബോധ്യം ഇക്കണ്ട കാലം, അതായത് എല്ലാ സർക്കാരുകളുടെയും കാലത്ത് നിന്ന് അദാനിക്കുണ്ടാകേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിന് വിരുദ്ധമായ തരത്തിൽ അതൊക്കെ വഴിയെ നടന്നുകൊള്ളും എന്നൊരു ചിന്ത അദാനി പോർട്സിന് കേരളത്തിന്റെ തുറമുഖം, കേരളത്തിന്റെ സ്വപ്ന തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഏറ്റെടുത്ത് ഇത്രയും കാലത്തിന് ശേഷവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണപരമായ പരിമിതിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നോക്കൂ, ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിറ്റു എന്ന് പറയുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം ഓഹരിക്ക് വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ അതൊരു കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്? അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കൺസെഷനെയറാണ്. അവർ ഇതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് PPP മോഡലിൽ 40 വർഷത്തേക്കുള്ള കരാറിൻ്റെ PPP അഗ്രിമെൻറ്റിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു കൺസെഷനെയറാണ്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓഹരിയാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്.
അതിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഈ 13,000 കോടി. അതിന്റെ 49% വാങ്ങിയിരിക്കുന്നത്. നമ്മൾ സാങ്കേതികമായ കാര്യം പറയുമ്പോൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. PPP അല്ലല്ലോ, ഞാനിപ്പോൾ PPP അല്ലേ, സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? അത് വേറെ കമ്പനി. സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, അത് വേറെ കമ്പനി. അതാ ഞാൻ പറഞ്ഞത്. ഈ AVPPL എന്ന് പറയുന്നതിന്റെ 49% സ്റ്റേക്കാണ് ഇപ്പം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. വിഴിഞ്ഞം തുറമുഖം അങ്ങനെ വിഴിഞ്ഞം തുറമുഖമല്ലത്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷന് വേണ്ടി ഉണ്ടാക്കിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതാണ് അദാനിയുടേത്. അതിന്റെ 49% അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ കരാർ വരുമ്പോൾ പോലും അതിൽ 25% മുകളിൽ എന്ന്, അതായത് നമ്മൾ ആ ഓപ്പറേഷൻ പൂർണ്ണ വിശ്വാസത്തോടെ അദാനി കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു തിരുത്തിക്കോട്ടെ, രണ്ട് ഇതായിട്ട് കാണണം അതിനെ. ഒന്ന് എന്ന് പറയുന്നത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനീന്റെ ഓണർഷിപ്പ് 100% അദാനിക്കാണ്. നമ്മൾ എന്താണ്, കേരള സർക്കാരും അദാനിയും തമ്മിലുള്ളത് എന്താണ്, ഒരു എഗ്രിമെന്റ് ആണ്. ഏത് കമ്പനി? ഈ കമ്പനിയായിട്ടുള്ള എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിന്റെ വയലേഷനും ഈ പറയുന്ന അദാനിയുടെ ഷെയർ രണ്ടാണ്. അത് ശരിയാണ്, അങ്ങ് പറഞ്ഞത് ആ എഗ്രിമെന്റിന്റെ വയലേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ തുറമുഖം വിറ്റു എന്നല്ല പറയേണ്ടത്. ഈ തുറമുഖത്തിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ കൺസെഷൻ ഞാൻ പൂർത്തീകരിക്കട്ടെ. അതായത് ഈ കൺസെഷൻ കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. അത് നമ്മുടെ സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും AVPPL തമ്മിലാണ് ആ കരാർ ഉണ്ടായിരിക്കുന്നത്. ആ കരാറിന്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന അവരുടെ ഓഹരി മൂല്യമാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിലാണ് ഇപ്പോൾ ഈ ശതമാനവും അതിന്റെ 25% മുകളിലാണ് എങ്കിലും, നമ്മുടെ കരാർ പ്രകാരം അതിന്റെ 25% മുകളിലാണെങ്കിൽ പോലും കൃത്യമായി, ഒരു മിനിറ്റ് ഈ സെന്റൻസ് പൂർത്തിയാക്കിയിട്ട് ചോദിച്ചാൽ മതി. ഈ അതിന്റെ 25% മുകളിലാണെങ്കിലും ഓണർഷിപ്പ് ട്രാൻസ്ഫർ എന്ന നിലയ്ക്ക് തന്നെയാണ് 25% ആണെങ്കിൽ അത് കൃത്യമായും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കണം എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രയർ അപ്രൂവൽ വേണം എന്നുള്ളത് തന്നെയാണ് ആ കരാറിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചോദിച്ചോളൂ. അല്ല, എന്തിനാണ് ഈ MSC കമ്പനി അദാനിയിൽ നിക്ഷേപം നടത്തുന്നത്? അത് ഞാൻ പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാം. ഈ പറഞ്ഞ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായിട്ടാണല്ലോ സർക്കാർ എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്, അല്ലേ? അപ്പം ഈ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് ഇത്രയും വാല്യൂ വരാനുള്ള കാരണം എന്താ? ഈ പോർട്ട് ലീസിന് കിട്ടിയതുകൊണ്ടാണല്ലോ, ഒരു ഓപ്പറേഷൻ മുഴുവൻ അദാനി ചെയ്യുന്നതുകൊണ്ടാണല്ലോ. 60 വർഷത്തേക്ക് ഈ പറയുന്ന പോർട്ട് ആർക്ക് കൊടുത്തിരിക്കുകയാണ്? അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ അത് വിഴിഞ്ഞം പോർട്ട് വെക്കുകയല്ല എന്നങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഓപ്പറേഷൻ അദാനിക്ക് തന്നെയാണ്. ആ ഓപ്പറേഷനിലൂടെ ഇതിന്റെ പൂർണ്ണ ജോലികൾ ചെയ്തു കഴിഞ്ഞ് തുറമുഖം വികസിച്ചതിന് ശേഷം അദാനിക്ക് ലാഭമുണ്ടാകും. കാരണം അവർക്ക് ഇത്രയും വർഷത്തേക്കുള്ള കരാറാണല്ലോ ഉള്ളത്. ആ കാലത്തെ ലാഭത്തിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് ഒരു പ്രയർ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടാകുന്നത്. അവിടെയാണ് എങ്കിൽ പോലും 25% മുകളിൽ ഓണർ ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരുമായി കൃത്യമായി പ്രയർ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അത് വിഴിഞ്ഞം അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കരാർ ലംഘനം തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു സംശയമില്ല. ഞാൻ അതിൽ നിങ്ങളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഇനി വേറെയും ഒരു കാര്യമുണ്ട്. ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രധാനപ്പെട്ട റോൾസ് ഉണ്ട്. അതിൻ്റെ ഈ തുറമുഖത്തിന്റെ ബിൽഡിംഗ് ആണ്, അവിടെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൻ്റെ ഓപ്പറേഷൻസ് ആണ്. ഇതെല്ലാം അവരുടെ റോൾസാണ്. അവരുടെ റോൾസിൽ അതെല്ലാം അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ഒപ്പുവെച്ച കരാറിൻ പ്രകാരമാണ്. ആ കരാറിന്റെ വയലേഷൻ ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനം. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്, ഇത്ര ധൈര്യമോ ഒരു സംസ്ഥാന സർക്കാരുമായി ഒരു കരാർ ഒപ്പുവെച്ചിട്ട് അത് ലംഘിക്കാൻ രാജ്യത്തെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം ഉണ്ടാകുന്നത്? അത് സർക്കാർ അറിഞ്ഞില്ലേ? ഇന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നു ഇത് സർക്കാർ അറിഞ്ഞിരിക്കുന്നു എന്ന്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം അങ്ങനെ പറയണമെങ്കിൽ അത് ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കും എന്നാണ്. ഇപ്പം വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. വി ഡി സതീശൻ നിയമസഭയിലോ പുറത്തോ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തോടു കൂടിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇന്ന് പറയുകയാണ് ഈ കാര്യം നേരത്തെ സർക്കാർ അറിഞ്ഞിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യമായും അവിടെ നിന്ന് അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ സർക്കാരിന്റെ ഈ ന്യായവാദങ്ങൾ ഒന്നും നിലനിൽക്കുകയുമില്ല. പക്ഷെ അത് വരേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഒരു ചർച്ച നടത്താൻ കഴിയുക? നമ്മുടെ മുന്നിൽ ഇതുവരെ വന്നിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ കരാർ വയലേഷൻ എന്ന കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, എന്താണ് സർക്കാർ ഇതിനെ വിശദീകരിക്കുന്നത്? അല്ലെങ്കിൽ അദാനി പോർട്ട് ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? സെബിയുടെ ചട്ടമനുസരിച്ച് സെബി അറിയിച്ചതിന് ശേഷമേ സർക്കാരിനെ അറിയിക്കാവൂ എന്നാണ്. ശുദ്ധഭോഷ്കാണ്. എന്താണെന്ന് അറിയാമോ? നിങ്ങളോട് ഇത് കൊണ്ടുപോയി വിറ്റോളൂ എന്ന് പറഞ്ഞിട്ടല്ല അദാനി പ്രൈവറ്റ് ലിമിറ്റഡിന് നമ്മൾ ഈ പറയുന്ന കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇവരുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം സെബിയോടല്ല,
അത് കേരളത്തിലെ സർക്കാരുമായി പോർട്ടിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചിരിക്കുന്ന കരാറാണ്. സെബിയിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന് ഈ കരാർ തടസ്സമാണെങ്കിൽ ഇവരിത് ലിസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം പ്രാഥമികമായ ഉത്തരവാദിത്വം സർക്കാരുമായി ഒപ്പുവെച്ചിരിക്കുന്ന ഈ കരാറിനാണ്. അത് ഞങ്ങൾ സെബിയോട് പറഞ്ഞിട്ടേ സർക്കാരിനോട് പറയൂ എന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ ഇത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ അനുമതി പത്രം വേണം. ഇനി ഈ അനുമതി പത്രം കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. കാരണം അനുമതി പത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയേണ്ടതാണ്. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാം. കാരണം മുൻ സർക്കാരാണ് അനുമതി പത്രം കൊടുത്തെങ്കിൽ പറയാം. ഈ സർക്കാരാണ് അനുമതി പത്രം കൊടുത്തിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം അറിയണം. കാരണം ഒന്ന്, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രണ്ട്, അദ്ദേഹം കേരളത്തിന്റെ പോർട്ട് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ തന്നെ സെക്രട്ടറിയാണ് പോർട്ടിന്റെയും സെക്രട്ടറി. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം അറിയേണ്ടതുണ്ട്. അത് രത്തൻ ഖേൽക്കർ പോർട്ടിന്റെ സെക്രട്ടറി അദ്ദേഹമാണ് അല്ലേ. അപ്പൊ സ്വാഭാവികമായും ഈ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായും പോർട്ട് മിനിസ്റ്ററായും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് ഈ അനുമതി കൊടുത്തിരിക്കുന്നത് എങ്കിൽ അദ്ദേഹം അത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ല എന്ന് നിയമസഭയിൽ അദ്ദേഹം പറയുന്നു. നിയമസഭയിലാണ്, വാർത്താ സമ്മേളനം വിളിച്ചല്ല. അങ്ങനെ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമസഭയോടുള്ള ബഹുമാനത്തിന് പേരിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനോടോ അദ്ദേഹം പറയുന്ന വാക്കുറപ്പിന്മേലോ അല്ല, നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, പോർട്ട് മിനിസ്റ്റർ, കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ നിലവിൽ വിശ്വസിക്കുന്നു. അതിന് മറിച്ചൊരു അഭിപ്രായം വരികയാണെങ്കിൽ ഇതിലേറ്റവും ശക്തമായ വിമർശനം ഒരു പക്ഷേ വി.ഡി. സതീശന് ഈ പറയുന്ന നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്കോ ജനപ്രതിനിധി എന്ന നിലയ്ക്കോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കോ യാതൊരു തരത്തിലും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യും എന്നത് പ്രധാനമാണ്. നിയമസഭയിലാണ് പറഞ്ഞത്, പത്രം വായിച്ചാൽ ഞാൻ അറിഞ്ഞത് നിയമസഭയിൽ. അപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉറപ്പായും ഉണ്ടാകണമെന്നതാണ് ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. പിണറായി വിജയൻ പറയുന്ന മറ്റൊരു കാര്യം, എവിടെയോ അസാധാരണമായ എന്തോ ഒന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അത് അദ്ദേഹം തീർച്ചയായും മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ടാണ് അത് ഉന്നയിച്ചിരിക്കുന്നത്. മംഗലാപുരം യാത്ര ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ പോയി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതടക്കം ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകണമോ? അത് അദ്ദേഹമാണോ അതിന്റെ ചെലവ് വഹിച്ചത്? ആരാണ് ആ ടിക്കറ്റ് എടുത്തത്? തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതുവരെ പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടിയൊന്നും വന്നിട്ടില്ല. മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപാണ് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷേ അതും പര്യാപ്തമായൊരു മറുപടിയുമൊന്നുമല്ല. എന്തായാലും അദാനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അദ്ദേഹം ആ സന്ദർശനത്തിൽ വിമർശനം നേരിടുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ നേരിടുന്നത്. അതിന് അദ്ദേഹം ഇതുവരെയും വ്യക്തമായൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ഇനി വേറെ ഒരു കാര്യം കൂടിയുണ്ട്. കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ സുനിൽ സാർ പറഞ്ഞു, ഇത് ഈ സംസ്ഥാനം ബി.ജെ.പി ആണോ ഭരിക്കുന്നത് എന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ചു. കെ.സി. വേണുഗോപാൽ അങ്ങനെയല്ല ചോദിച്ചത്. ബി.ജെ.പി ആണോ ഭരിക്കുന്നത് എന്ന് അദാനി വിചാരിച്ചുവോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറിയതിൽ അദാനി ഗ്രൂപ്പാണ് മറുപടി പറയേണ്ടത് എന്ന് കൂടി കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിക്ക് ഓഹരി നൽകിയത് എങ്ങനെയെന്ന് അദാനി വ്യക്തമാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ സർക്കാർ ആയിരിക്കും, കേരളത്തിൽ അത് സാധിക്കില്ല എന്നുമാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. ഇനി ഇവിടെ കേരളത്തിൽ അദാനി ഒരു സൂപ്പർ സർക്കാരാണ് എങ്കിൽ വി.ഡി. സതീശന് എത്രത്തോളം അതിന് മറുപടി പറയണോ അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലും മറുപടി പറയണം. അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടി നയിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധി ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവർ ആണ് എന്നല്ല കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. അദാനി എന്താ കേരളത്തിൽ സൂപ്പർ പവർ ആണോ എന്ന് തന്നെ കൃത്യമായി എടുത്ത് ചോദിച്ചിട്ടുണ്ട്. കേൾക്കണോ? കേൾക്കാം. പ്രൊഡ്യൂസർ ഒന്ന് കേൾപ്പിക്കോ? അദാനിയാണ്. അദാനിക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? വിഴിഞ്ഞം കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹുരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുത്തെന്ന് പറഞ്ഞു. അതായത് എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക, വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി അദാനി സൂപ്പർ പവർ ആണോ എന്നാണ് ചോദിച്ചത്. മലയാളം അല്ലാണ്ട് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി ധരിച്ചത് എന്ന് ചോദിച്ചാൽ ബി.ജെ.പി ആണോ സംസ്ഥാനം ഭരിക്കുന്നത് എന്നല്ല. ആരോടാ ചോദിക്കുന്നത്? മലയാളത്തിൽ ആരോടാ ചോദിക്കുന്നത്? ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനമാണോ എന്ന് അദാനി ആരോടാ ചോദിക്കുന്ന മറുപടി? നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ കേൾക്കൂ. അങ്ങനെയാണോ അദാനി എന്നാണ്. പ്രൊഡ്യൂസർ ഒന്നുകൂടി പ്ലേ ചെയ്യൂ.
അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനിക്കെന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? വിഴിഞ്ഞം കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹിരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുത്തു എന്ന് പറഞ്ഞു. അതായത് എൻ്റെ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക, വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? ശരി, ഓക്കെ, ഞാൻ പ്രേക്ഷകരോടാണ് സംസാരിക്കുന്നത്. ഇനി 2 തവണ അത് കേൾപ്പിച്ചു, അതിൽ ഇനി സംശയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ പ്രശ്നത്തെ ഞങ്ങൾക്കും അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതെ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് തന്നെ അത് പറഞ്ഞു. നമുക്കിഷ്ടമുള്ളത്, നമുക്ക് വേണ്ടതാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൽ മലയാളം, മിനിമം മലയാള വ്യാകരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവർ ആണ് എന്നല്ല പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് കേരളത്തിൽ സർക്കാരിന് ഇരുട്ടിൽ നിർത്തി അദാനി ഓഹരികൾ വിറ്റു, സെബിയെ അറിയിച്ചു. അദാനി എന്താ സൂപ്പർ പവർ? അദാനി എന്താ സൂപ്പർ പവർ ആണോ? കേരള സർക്കാരിന് ഇരുട്ടിൽ നിർത്തി ഇങ്ങനെ ഒരു നീക്കം നടത്താനെന്നാണ് KC വേണുഗോപാൽ ചോദിച്ചത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവർ ആയിരിക്കും. KC വേണുഗോപാൽ പറഞ്ഞ കാര്യം 2 തവണ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി. രാഷ്ട്രീയ ബുദ്ധിയിൽ അധികം മനസ്സിലായി, സ്വന്തം താല്പര്യത്തിൽ അധികം മനസ്സിലായി. അത്രേ ഉള്ളൂ. അവകാശമില്ലാത്തതിനാൽ എങ്ങനെ അത് അവകാശമില്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യുമെന്നാണ് KC വേണുഗോപാൽ ചോദിച്ചത്. കേരള സംസ്ഥാനത്തെ ഇരുട്ടിൽ നിർത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എങ്ങനെയാണ് അവർ വിചാരിച്ചത് എന്നാണ് ചോദിച്ചത്. അതിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം കേരളത്തിലെ ജനങ്ങളോടോ എങ്ങനെയാണ് സംഭവിച്ചത്? അദാനി മറുപടി പറയാ. കേരളത്തിലെ മുഖ്യമന്ത്രി പറയണം വിഴിഞ്ഞം പോർട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി വെച്ചിട്ടാണ് എന്ന് ആഗ്രഹിക്കുന്നു. അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം ഞാനാണ് സംസാരിക്കുന്നത്. അതിന് മറുപടി കേരളത്തിൽ കോൺഗ്രസിന്റെ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ കയറുമ്പോൾ വാ തുറന്നാൽ അദാനി മോദി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു സൂപ്പർ ഗവൺമെന്റ് ആണ് അദാനിയെങ്കിൽ അതിന് VD സതീശൻ ഉത്തരവാദിയാണ്, അതിന് KC വേണുഗോപാൽ ഉത്തരവാദിയാണ്, അതിന് രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണ്. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണെന്ന് വിമർശനം ഉന്നയിക്കുന്ന ദേശീയ നേതൃത്വത്തിന് ഏറ്റവും കുറഞ്ഞത് സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് അങ്ങനെ ആകരുത് എന്ന് ഉറപ്പിക്കാനെങ്കിലും കഴിയണം. ഒറ്റയ്ക്കൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. VD സതീശൻ ഉത്തരവാദിയാണ്, വേണുഗോപാൽ എനിക്ക് എന്താണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്ത് കേരളത്തിൽ അങ്ങനെ നടപ്പിലാവുന്നു? കേരളത്തിൽ അങ്ങനെ നടപ്പിലായി എന്നുള്ളത് പിന്നെ KC വേണുഗോപാൽ പറയണം. അങ്ങനെയല്ലേ പറയേണ്ടത്? അല്ലാതെ കേരളത്തിൽ അല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞ KC വേണുഗോപാൽ പറയണം. കേരളത്തിൽ എങ്ങനെ 49% ഷെയർ ഈ പറയുന്ന വിഴിഞ്ഞം അദാനി ചെയ്തു കഴിഞ്ഞല്ലോ. അദാനി അത് ചെയ്തു കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞു. അത് പഠിക്കാൻ വേണ്ടി വിമർശനം ഉന്നയിക്കാം. ഇത് സർക്കാർ അറിഞ്ഞിരിക്കണം എന്ന് പറയാം. പക്ഷെ ഒരാൾ പറഞ്ഞതിനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാകണം നമ്മൾ ജനത്തിന്റെ ബുദ്ധിയെ രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ അതിനെ അവനവൻ ഇഷ്ടമുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ വ്യാഖ്യാനത്തിൽ ഈ പറഞ്ഞ VD സതീശനെതിരെ മാത്രം സംസാരിക്കാൻ മാത്രം വായ തുറക്കുന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേൾക്കണം. മാധു പറഞ്ഞത് അദാനി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സൂപ്പർ പവർ ആണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ സൂപ്പർ പവർ ആണ് എന്ന് പറഞ്ഞില്ല എന്നാണ് മാധു പറഞ്ഞത്. അതിന് ഞാൻ പറഞ്ഞത്, KC വേണുഗോപാൽ പറഞ്ഞത്, ഈ ഓഹരി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് സെബിയെ അറിയിച്ചു. എന്താണ് അദാനി സൂപ്പർ പവർ ആണോ കേരളത്തിൽ? കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി ഇങ്ങനെ ഒരു നീക്കം നടത്താൻ എന്ന് KC വേണുഗോപാൽ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേരളത്തിൽ അദാനി സൂപ്പർ പവർ ആണോ എന്നൊരു ചോദ്യം KC വേണുഗോപാൽ ചോദിച്ചിട്ടുണ്ട്. ഓർഡർ ഒന്നും വേണ്ട, അതാണ് ചോദിച്ചത്.
എത്ര വായിച്ചാലും മാധു രണ്ട് തവണ കേട്ട് കഴിഞ്ഞു. ഇനി എത്ര രണ്ട് തവണ കേട്ടിട്ട് മാധു അറിയാം. വിഴിഞ്ഞത്ത് വഴങ്ങിയ ചോദ്യം ഇപ്പൊ തൽക്കാലം എനിക്ക് വഴങ്ങും. തൽക്കാലം ബ്രേക്കിലേക്ക് പോകണം പ്ലീസ്. കേരള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയ്യോ ശരി. കേരളത്തിലെ ജനങ്ങളെ വിഴിഞ്ഞത്ത് വഴങ്ങിയോ എന്ന ചോദ്യത്തിന് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം സഭയിൽ നടന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്ന സംസാരവും അതിലും ഇരുകൂട്ടരും ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ആ ആശങ്ക പ്രകടിപ്പിക്കലിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളോട് വിശ്വാസം രേഖപ്പെടുത്തുകയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചെയ്തത്. പക്ഷേ ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് നീണ്ട വാർത്താസമ്മേളനമായിരുന്നു. അതിൽ ഒരു ഡീൽ ഉണ്ടായിരിക്കുന്നു എന്ന സംശയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ ഡീൽ പ്രതിപക്ഷം ഒരു ആരോപണമായി തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മംഗലാപുരത്തെ എന്തോ ഒരു ഡീലായിട്ടാണ് പറയുന്നത്. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും മുൻപ് തന്നെ മംഗലാപുരത്ത് പോയി അവിടെ നിന്ന് അദാനി ഗ്രൂപ്പുമായി ചർച്ച നടത്തിയ ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായത് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ കഴിഞ്ഞിട്ടാണെന്നുള്ള കാര്യം കേരളം കണ്ടതാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഒരു ഡീൽ ഉണ്ടാക്കി എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതായത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഇവിടെ അദാനിയുമായി കരാറുണ്ടാക്കുന്നത്, അതിൽ മുഖ്യമന്ത്രിക്ക് പ്രധാനപ്പെട്ട റോളുണ്ട് എന്നൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. അത് എത്രത്തോളം സാങ്കത്യമുള്ളതാണ്, എത്രത്തോളം നിൽക്കുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് അങ്ങനെയാണെങ്കിൽ അത് വിശദീകരിക്കേണ്ടി അല്ലെങ്കിൽ തെളിയിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ അദാനി ഗ്രൂപ്പിന് അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരുമുള്ള ആയിട്ടുള്ള കരാറിന്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 49% ഓഹരി വിറ്റഴിക്കുക എന്നാൽ ഓണർഷിപ്പ് കൈമാറുക എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. അത് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ കൂടി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തരത്തിൽ അങ്ങനെ ഒരു പ്രതിഷേധം അറിയിക്കുകയാണെങ്കിൽ ആ എഗ്രിമെന്റിൽ നിന്ന് ശരിക്കും പുറത്തു പോകാൻ കഴിയും. അതായത് ഈ പറയുന്ന MSC കമ്പനിയുമായുള്ള എഗ്രിമെന്റിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും ഈ പറയുന്ന അദാനി കമ്പനി എന്നുള്ള അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. 60 ദിവസത്തിനുള്ളിൽ അത് തിരുത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ആർട്ടിക്കിൾ 38(1) പ്രകാരം സർക്കാരിനത് ടെർമിനേറ്റ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയുന്നത് പോലെ ഈ അദാനി കമ്പനി എപ്പോഴാണ് ഈ വിഴിഞ്ഞത്തിൽ എത്തുന്നതെന്നൊരു ചോദ്യം കൊണ്ടല്ലോ. ആ ചോദ്യത്തിൽ എത്ര തവണ ഈ കൺസെഷൻ എഗ്രിമെന്റിൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ചോദ്യമുണ്ട്. അതൊക്കെ തന്നെ അവിടെ ചോദിക്കുമ്പോൾ പ്രതിപക്ഷം പലപ്പോഴും ഒരു കാപട്യം കാണിക്കുന്നു. അതായത് ഞങ്ങൾ ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ, അതായത് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന സമയത്ത് പോലും കഴിഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ നടക്കുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് വികസനത്തിന്റെ സമയമാണ്, ഇനി അങ്ങോട്ട് കുതിച്ചുചാട്ടമാണ് എന്ന് പറയുകയും അദാനിയെ ചേർത്ത് പിടിക്കുകയും ചെയ്ത സർക്കാരിനെയാണ് നമ്മൾ കഴിഞ്ഞ 5 വർഷം കണ്ടത്. ആ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത് AKG സെൻട്രലിലേക്ക് അദാനി എത്തുന്നത് മുതൽ, കേരളത്തിന്റെ പാർട്ട്ണറാണ് അദാനി എന്ന് പറയുന്നത് മുതൽ ആ ചേർത്ത് പിടിക്കൽ നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, ഏതൊക്കെ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിരിക്കുന്നു അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യം കൂടി ഇതിൽ ചേർത്ത് വെക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ 2019 ഡിസംബർ 30 തുറമുഖ നിർമ്മാണം പൂർത്തിയാകാത്തതിന്റെ പേരിൽ അദാനി ഗ്രൂപ്പിനെതിരെ അന്താരാഷ്ട്ര തുറമുഖ കമ്പനി നൽകിയ ആർബിട്രേഷൻ നടപടിയുണ്ട്. അത് പിണറായി സർക്കാർ പിൻവലിക്കുകയാണ് ചെയ്തത്. കേന്ദ്രത്തിന്റെ 817 കോടിയുടെ ലയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭിക്കാൻ വേണ്ടി ഒരു കരാർ ഒപ്പുവെച്ചപ്പോൾ അത് ആ കരാർ ഒപ്പുവെക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റ് എന്നുള്ളത് പദ്ധതിയുടെ ആദ്യഘട്ടം 5 വർഷം വൈകിക്കാം എന്ന എഗ്രിമെന്റാണ്. അത് അദാനിക്ക് വേണ്ടി 5 വർഷം വൈകിക്കുന്നതിലേക്കാണ് ആ എഗ്രിമെന്റ്. അത് പിഴയില്ലാതെ, ഒരു പിഴയും വാങ്ങാതെയാണ് ആ എഗ്രിമെന്റ് ഉണ്ടായതെന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 817 കോടി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത്. 2024 ഈ സപ്ലിമെന്ററി കൺസെഷൻ എഗ്രിമെന്റിലൂടെ തുറമുഖത്തിന്റെ നടത്തിപ്പിനും ലാഭമെടുപ്പിനുമുള്ള അദാനിയുടെ അവകാശം 2055 നിന്നും 2060 നീട്ടിക്കൊടുക്കുകയും ചെയ്തത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. അപ്പോൾ ഈ തരത്തിൽ വലിയ ഉദാരമായി തന്നെ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കഴിഞ്ഞ് പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷത്താകുമ്പോൾ അദാനി കുത്തകയാകുന്നു എന്നുള്ളതാണ്. ഈ കുത്തക എന്നുള്ള പ്രയോഗം എവിടെയൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ പ്രയോഗിക്കാമെന്നുള്ള വരുമ്പോൾ കുത്തകയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ലെന്നേ. അദാനി ഗ്രൂപ്പിന്റെ കുത്തക രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ കുത്തകയായ അദാനി ഗ്രൂപ്പ് എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, അതിൽ മോദിയുടെ നിലപാടൊക്കെ ഇതിൽ പ്രധാനമായിട്ടും അദാനിയുടെ വളർച്ചയ്ക്ക് ഘടകമായിട്ടുണ്ട്. മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങൾ അദാനി നിശ്ചയിക്കുന്നു, പിന്നീട് അദാനിയുടെ വളർച്ച, ഇതൊക്കെ നമ്മൾ കേരളം കണ്ടിട്ടുള്ളതാണ്, രാജ്യം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ മോണോപ്പൊളിയാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും
ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ എല്ലാ പോർട്ടുകളുടെയും നിയന്ത്രണം അദാനിക്ക് കിട്ടുന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാർ ആ രൂപത്തിലെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതിന് തുടർച്ചയായി കേരളത്തിലും അതിന്റെ പിന്നാലെ പോകേണ്ടി വന്നു. അങ്ങനെയാണ് സംസ്ഥാന സർക്കാരും ആ എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വി ഡി സതീശൻ പ്രിന്റ് നൽകിയ അഭിമുഖത്തിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അദാനിയുമായി പ്രത്യേക രൂപത്തിലൊരു കരാർ ഒരു ഗതിയില്ലാതെ അദാനിയുമായി കരാർ ഒപ്പിട്ടു എന്നല്ല വി ഡി സതീശൻ പ്രിന്റിനോട് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരാളെയും കിട്ടാനില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് അദാനിയിലേക്ക് അതാണ് പിണറായി സർക്കാരിനെ സംബന്ധിച്ചുണ്ടായ സത്യം അതായിരുന്നു. അല്ലെങ്കിൽ 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ശേഷം ആ കരാറിൽ നിന്ന് പിൻവാങ്ങാമായിരുന്നല്ലോ, വേറെ ആരെങ്കിലും തെരഞ്ഞു പിടിക്കാമായിരുന്നല്ലോ. എന്തിനാണ് കേരളത്തിന്റെ പാർട്ണറായി പിണറായി സർക്കാർ അദാനിയെ കണ്ടത്? കേരളത്തിന്റെ പാർട്ണർ എന്ന് പറയുക മാത്രമല്ല എ കെ ജി സെന്ററിലേക്ക് എങ്ങനെയാണ് അദാനി ഗ്രൂപ്പിനെ ക്ഷണിക്കുകയും അവിടെ വെച്ച് ചർച്ചയും ചെയ്തത്? അല്ല, എ കെ സെന്ററിലേക്ക് പാർട്ടി ഓഫീസിലേക്ക് ഒരു കുത്തക കമ്പനിയുടെ മുതലാളിയെ കൊണ്ടുവരേണ്ട ഒരു ബാധ്യതയും പാർട്ടിക്കില്ല. അപ്പോൾ ആ രൂപത്തിൽ പാർട്ടി കൂടി ഇടപെട്ടതാണ് കേരളം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പറയുന്ന ഈ ആദ്യ കരാറിൽ 20 വർഷത്തെ എക്സ്റ്റൻഷൻ ക്ലോസ് ഉണ്ട്. അതിൽ ഉള്ളതുകൊണ്ട് 2080 വരെ തുറമുഖ നടത്തിപ്പും ലാഭവും അദാനിക്ക് തന്നെയാണ്. അപ്പോൾ തുറമുഖ നിർമ്മാണത്തിൽ 1/3 അദാനിക്കുള്ള പങ്ക്, പദ്ധതി നിർമ്മാണത്തിൽ 2/3 അദാനിക്കുള്ള പങ്ക്, ഭൂമി ഏറ്റെടുക്കലും പോർട്ട് കണക്ടിവിറ്റി റോഡ് കോറിഡോർ ഈ നിർമ്മാണം ഈ കാര്യങ്ങളൊക്കെയാണ് സർക്കാരിനുള്ളത്. ലാഭവിഹിതം 15 വർഷം കഴിയുമ്പോൾ 1% വീതമാണ് ഓരോ വർഷവും കിട്ടുക എന്നുള്ളതാണ് ഈ കരാർ പ്രകാരം ഉള്ളത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അദാനി പോർട്ടിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി കുടുംബസമേതം കഴിഞ്ഞ സർക്കാരിൽ മുഖ്യമന്ത്രി കുടുംബസമേതം ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ആ വികസനത്തെക്കുറിച്ച് വിശദമായി തന്നെ പ്രസംഗിക്കുകയും ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പലതരത്തിലും എക്സ്റ്റൻഷൻ അന്നത്തെ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ മതി കേട്ടോ. 2080 കേരളം ഭരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്, ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷത്തിന്. ശരി, അതത് കാലത്ത് വരുന്ന സർക്കാരുകൾ. അപ്പോൾ കൺസെഷൻ എഗ്രിമെന്റ് വയലേഷൻ എല്ലാ കാലത്തും കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുണ്ടായിരിക്കുന്ന യാഥാർത്ഥ്യം. പക്ഷേ ഈ പറഞ്ഞ MSC കമ്പനി, ഇനി MSC കമ്പനി മാത്രമാണ്, MSC കമ്പനി ഒരു അന്താരാഷ്ട്ര കുത്തക, ആ കമ്പനിയുടെ ബോട്ടുകൾ വരുമ്പോൾ കപ്പലുകൾ വരുമ്പോൾ മറ്റ് കപ്പലുകൾക്ക് വരാൻ കഴിയില്ലല്ലോ എന്ന ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അതൊരു ആശങ്കയെ അവിടെ നിൽക്കുമ്പോഴും നിലവിലും MSC കമ്പനിയുടെ കപ്പലുകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷം ഇവരുടെ കപ്പലുകൾ തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത ഒരു പ്രതിഷേധം ഇവിടെ ഉയരുമ്പോൾ MSC കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെയോ സംശയങ്ങൾ ഉയർത്തിയാണ്. ആ സംശയമുണ്ടെങ്കിൽ ഈ കാലത്തും ആ സംശയം ഉയർത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ ബോട്ട് വരുമ്പോൾ ഈ മാരിടൈം ബോർഡിനും സർക്കാരിനും കിട്ടേണ്ട കോടികളുണ്ട്. 50 കോടിക്ക് മേലെ മാരിടൈമിന് കിട്ടാനുണ്ട്. കഴിഞ്ഞ 5 വർഷം മാത്രമെന്നാണ് അതിൽ തന്നെ അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിരുന്ന വ്യക്തി നമ്മുടെ ഗസ്റ്റായി വന്നിരിക്കുന്ന CJ മാത്യു നമ്മളോട് പറഞ്ഞത്. അപ്പോൾ VJ മാത്യു, അപ്പോൾ പോർട്ട് ഡ്യൂസ് പലതരത്തിൽ സർക്കാരിന് കിട്ടേണ്ടിയിരുന്ന പണം ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സർക്കാരിലേക്ക് കിട്ടാതെ കഴിഞ്ഞ വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവിടേക്ക് നോട്ടമുണ്ടായിരുന്നില്ല. ഇതൊന്നും അന്ന് പ്രതിഷേധത്തിന് കാരണമായിരുന്നില്ല. അപ്പോൾ അദാനിക്ക് എല്ലാ തരത്തിലും ലാഭമുണ്ടാക്കാനുള്ള വഴി അവിടെ തുറന്നു കൊടുക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യാനാകുക? നമുക്കിപ്പോൾ അദാനിയിൽ നിന്ന് രക്ഷയൊന്നുമില്ല. അദാനി തന്നെയാണ് ഇപ്പോൾ പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആ രൂപത്തിലേക്ക് കേന്ദ്ര സർക്കാർ അദാനിയെ വളർത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുക റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ കണ്ണ് എല്ലാ സമയത്തും അവിടെ അതിന് മുന്നിൽ ഉണ്ടാവുകയും സർക്കാരിന് കിട്ടേണ്ട ലാഭം അല്ലെങ്കിൽ സർക്കാർ ജനങ്ങൾക്ക് ലാഭമുണ്ടാകേണ്ട രൂപത്തിലേക്ക് അത് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ 5 പോയിന്റുകളിലൊന്ന് രാജ്യവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധിക്കുക എന്നുള്ള കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കുന്ന ചുമതല എന്നുള്ളതാണ്. ഏതായാലും സർക്കാർ ഇപ്പോൾ ആ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിരിക്കും. അതിലപ്പുറമുള്ള നടപടികളിലേക്ക് കടക്കുമോ? ഇനി അതല്ല, ഇതിൽ അദാനി ഗ്രൂപ്പ് മറ്റൊരു വിശദീകരണം, ഞങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന രൂപത്തിലുള്ള വിശദീകരണം നൽകുമോ എന്നൊക്കെയാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഉറ്റുനോക്കേണ്ടത്. നമ്മുടെ മുന്നിൽ വരുന്ന രേഖകളും പ്രതികരണങ്ങളും അല്ലാതെ മറ്റൊന്നുമില്ല. കാരണം അതിൽ ഇത്രയേ സുതാര്യതയുള്ളൂ. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ബജറ്റിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും സുതാര്യമാക്കുമെന്ന് പറഞ്ഞ പോലെ ഇതിലുണ്ടായിരിക്കുന്ന എഗ്രിമെന്റും ഈ പറഞ്ഞ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ചെയ്ത കാര്യത്തിലുള്ള വിശദീകരണവും അല്ലെങ്കിൽ അതിനോടുള്ള കൃത്യമായ പ്രതികരണവും ഇപ്പോൾ വാർത്തയായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ആ പ്രതികരണം കൂടി മുഖ്യമന്ത്രി നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോഴാണ് അതിൽ പൂർണ്ണമായി വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വഴങ്ങൂ എന്ന് ചോദിച്ചാൽ വഴങ്ങുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതിൻ്റെ തുടർച്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമായ കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മടങ്ങിയെത്താം ശ്രീ അഗസ്റ്റിൻ. UDF സർക്കാർ വന്നു, വിഴിഞ്ഞത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി എന്ന് വേണമെങ്കിൽ ക്യാപ്ഷൻ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% അദാനി വിറ്റു എന്ന് തന്നെ എഴുതി വെച്ചോളൂ. കാരണം എന്താ അറിയോ, ഇനി 2080 നോക്കിയാൽ മതി വിഴിഞ്ഞം പോർട്ട് കേരള സർക്കാരിന് എന്തെങ്കിലും റോളുണ്ടോ എന്ന് അറിയണമെങ്കിൽ. കാരണം എന്താണ്, 100% ഷെയർ 2080 വരെ അദാനിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 49% വിദേശ കമ്പനിക്ക് വിറ്റു. ഇനി MNC കമ്പനി വിചാരിക്കും കേരളത്തിൽ ഏത്
കപ്പൽ വന്നിട്ട് വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ഇറക്കണം, ഏത് കണ്ടെയ്നർ വിഴിഞ്ഞത്ത് പിന്നെ അടുക്കണം, അല്ലെങ്കിൽ കണ്ടെയ്നർ ഏത് ബെർത്ത് ആരുപയോഗിക്കണം എന്നുള്ളത് ആര് ശ്രമിക്കും? MNC കമ്പനിയും അദാനിയും കൂടെ തീരുമാനിക്കും എന്നുള്ളതാണ്. ആ കരാറിലെല്ലാം ഇന്ത്യയിലുള്ള മുഴുവൻ കണ്ടെയ്നറുകളെയും വിഴിഞ്ഞത്ത് ഇറക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 100% ഓണർ ആരാ? അദാനിയാണ്. അദാനിക്ക് ഈ സെബിയിൽ പോയി അനുമതി മേടിക്കാൻ ഒരു കേരള സർക്കാരിൻ്റെ അനുമതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല. സെബി അത് ചോദിക്കാനും പോകുന്നില്ല. സെബീനെ സംബന്ധിച്ചിടത്തോളം സെബീൻ്റെ മുന്നിൽ വരുന്ന എന്താണ്? ഈ പറഞ്ഞ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഷെയർ വിൽക്കുന്നതിന് അവരുടെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രം പരിശോധിച്ചാൽ മതി. എന്താണ് സംഭവിക്കുന്നത്? ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും കേരള സർക്കാരും വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഒരു വയലേഷൻ നടന്നിരിക്കുന്നു. ഈ വയലേഷൻ നടന്നു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ആർക്ക് മനസ്സിലായി? കേരള സർക്കാർ മനസ്സിലായല്ലോ. അതിന് ഖേദം പ്രകടിപ്പിക്കുകയാണോ വേണ്ടത്? ഒരു മിനിറ്റ്, അതൃപ്തി പറയുകയാണോ വേണ്ടത്? അല്ലല്ലോ. ഈ നടപടി സ്വീകരിക്കേണ്ടായിരുന്നോ? എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമാണോ? ഇന്നലെ രാത്രി ഈ കഴിഞ്ഞ അദാനി കമ്പനി മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പോർട്ട് സെക്രട്ടറിക്ക് ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നു. എന്താണ്? ഞങ്ങൾക്ക് ഈ സെബീൻ്റെ അനുമതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഷെയർ വെക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് അതൃപ്തി ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. ആ കത്ത് അല്ലെങ്കിൽ ആ അപേക്ഷ ആരാണ് പരിഹരിക്കുന്നത്? ചീഫ് സെക്രട്ടറിയും ധനസെക്രട്ടറിയും പോർട്ട് സെക്രട്ടറി അല്ല, വിഴിഞ്ഞം പോർട്ടിൻ്റെ സെക്രട്ടറിയും പരിശോധിക്കും. ആരായി 3 പേരും? ആ 3 പേരും VD സതീശൻ്റെ സെക്രട്ടറിമാരാണ്. 3 പേര് VD സെക്രട്ടറി, വേറെ വകുപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഈ 3 പേരും. എന്ന് പറഞ്ഞാൽ ആരാ തീരുമാനം എടുക്കുന്നത്? VD സതീശൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ തീരുമാനം എടുക്കും എന്നുള്ളതാണ്. വേറെ ആരുടെ അനുമതി ആവശ്യമില്ല ആ കാര്യത്തിനകത്ത്. ഒന്നാമത്തെ കാര്യം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? വേറെ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ ഈ പറയുന്ന സംവിധാനത്തെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി രൂപീകരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. വേറെ ആർക്കും ഉറപ്പില്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട്. വേറെ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആ വകുപ്പിലുള്ള ഏതെങ്കിലും 2 പേരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നതാധികാര സമിതിനെയോ ഒക്കെ വെച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അതുമാത്രമല്ല, എല്ലാ കാലത്തും പോർട്ട് എന്ന് പറഞ്ഞാൽ പോർട്ടിൻ്റെ മന്ത്രിയായിരിക്കും അതിൻ്റെ ചെയർമാനായി നിൽക്കുകയും ആ സംവിധാനമാണ് പരിശോധിക്കുക. ഇവിടെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അറിയോ? ഈ 3 പേർ പറയുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും എന്ത് കൊടുക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ? ഈ 3 പേർ പറയുകയാണ് ഈ 49% ഷെയർ അദാനിക്ക് വിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് റിപ്പോർട്ട് കൊടുത്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് അംഗീകരിക്കുമോ ഇല്ലയോ? അത് അംഗീകരിക്കുമോ? അപ്പം ആ അംഗീകരിച്ചോളൂ. അവർ പറയുന്ന റിപ്പോർട്ടിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കൂട്ടി വെച്ച് ഞാൻ വേറൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയാണ്, ഇവിടെ നിന്ന് എല്ലാ ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ ഹൈക്കമാൻഡിലേക്കും ഞങ്ങൾ PCC ഓഫീസിലേക്കും ഒന്നും പോകില്ല. ഞങ്ങൾ തീരുമാനം എടുത്ത ശേഷം ആരെ അറിയിക്കും? PCCനെയും ഹൈക്കമാൻഡിനെയും ഒക്കെ അറിയിക്കും. ഇത്രയും ഇവിടെ നടന്നിട്ടുള്ളൂ. തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിന് 49% അദാനി വിറ്റിരിക്കുന്നു. എത്ര കോടിക്ക്? 27,000 കോടി രൂപ വാല്യൂ ഇട്ടിട്ട് 13,500 കോടി രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക? ഇനിയിപ്പോൾ നിങ്ങൾ സെബിയിൽ പോയി കേസ് എടുത്തിട്ട് കാര്യമില്ല. ആകെ ഇതൊരു നിയമ പോരാട്ടമായി മാറി നിൽക്കും. നിയമപോരാട്ടം വന്നാൽ ആർക്കാ ഗുണം ചെയ്യുക? കേരള സർക്കാരിനോ അല്ലെങ്കിൽ ആർക്കാണ്? അദാനിക്കാണോ ഗുണം ചെയ്യുക? ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് അദാനിക്കാണ്. കാരണം എന്താ? ഇൻവെസ്റ്ററും ഈ പറഞ്ഞ ലീസ് പ്രോപ്പർട്ടിയാണ് 335 ഏക്കർ സ്ഥലം. വിഴിഞ്ഞം പോർട്ടിനോടനുബന്ധിച്ച 335 ഏക്കർ സ്ഥലം ആർക്ക് ലീസിന് കൊടുത്തിരിക്കുന്നു? അദാനിക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അകത്തൊരു ചെറിയ എഗ്രിമെൻറ്റ് വയലേഷൻ മാത്രമേ ഉള്ളൂ. എഗ്രിമെൻഷൻ വയലേഷൻ എന്താണ്? അദാനി പറയാൻ പോകുന്നത് എന്താ? ഞാൻ എൻ്റെ കമ്പനീൻ്റെ ഷെയറാണ് വിറ്റിരിക്കുന്നത്, അതിൽ ഞാൻ 100% അദാനിനെ പോലെ ഒരു കമ്പനിയും ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ 100% ഞാൻ പറയാം അതിലെവിടെയെങ്കിലും ഒരു സബ് ക്ലോസിൽ ഇതിനെ കോൺട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. ഉറപ്പാണ്. ഇത് നിങ്ങൾ 100% ഞാൻ ഉറപ്പിച്ച് പറയാം. നിങ്ങളിപ്പോൾ പറയുന്നത് 49%, 25% മേലെ വിൽക്കണമെന്ന് സർക്കാരിൻ്റെ അനുമതി വേണം എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും ആ പേയ്മെൻറ്റ് ഈ പേയ്മെൻറ്റും മറ്റേ പേയ്മെൻറ്റും ഇതിൻ്റെ ഇന്ന സമയം ഒരു ക്ലോസ് എഴുതി വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഡൗട്ടും വേണ്ട. അത് കോർപ്പറേറ്റ് കമ്പനികളുടെ ഞാൻ പറയുന്നില്ല. എനിക്ക് 100% ഉറപ്പാണ് മാധു. ഞാനത് 100% എഗ്രിമെൻ്റ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അദാനിനെ പോലെ ഒരു കോർപ്പറേറ്റ് കമ്പനി ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ മുഖ്യമന്ത്രിക്കെതിരെ ഭയങ്കര വലിയ രീതിയിൽ അധിക്ഷേപമോ അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള കാരണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അദാനി VD സതീശൻ ബന്ധം പുറത്തു വന്നിരിക്കുന്നു.
എങ്ങനെയാണ് പുറത്തു വന്നത്? അത് പുറത്തു വന്നത് വേറെ ആരും പറഞ്ഞു വരുത്തിയതല്ല. വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്ക് ഒരു പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്തിരിക്കുന്നു. പ്രൈവറ്റ് ജെറ്റിൻ്റെ പൈസ കൊടുത്താൽ ആരാണ് ചോദിച്ചു? ഒരക്ഷരമില്ല. ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ കേരളത്തിലെ താരതമ്യേന പിന്നെ എന്താണ് ഒരു MLA ആയി നിൽക്കുന്ന ഒരാളുടെ ബന്ധുവിനെ കാണാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു 25 ലക്ഷത്തോളം മുടക്കുള്ള ഒരു പ്രൈവറ്റ് ജെറ്റ് എടുത്ത് പോയാൽ ആ പ്രൈവറ്റ് ജെറ്റ് എടുത്ത് പോകുന്നത് അത് വിശ്വാസയോഗ്യമാണോ എന്നുള്ളതാണ്. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ പിന്നെ ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ ഒരാൾ വന്ന് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കമൻറ്റ് വായിക്കായിരുന്നു. വളരെ രസകരമായി സുനിൽ എന്നെ കാണിച്ചു തന്നു. ആ കമൻറ്റ് എന്താണെന്നറിയോ? ഈ നാട്ടിൽ തട്ടുകട നടത്തുന്ന ആൾക്കാർക്ക് സ്വന്തം അടുത്ത പഞ്ചായത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് അറിയാൻ പറ്റും. മനസ്സിലായോ? സ്വന്തം വകുപ്പിൽ എന്താ നടക്കുന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയാൻ പറ്റില്ലേ എന്നുള്ളത് സാധാരണക്കാരൻ വന്ന് അതിൻ്റെ കീഴിൽ ചോദിച്ചിരിക്കുകയാണ്. കാരണം അത്രയധികം കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നത്. ഞാൻ വേറെ ഒരു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ലല്ലോ. ഇൻലൻഡ് നാവിഗേഷൻ്റെ MD ആരാ? അതിൻ്റെ മന്ത്രി ആരാ? ഈ പറയുന്ന വി ഡി സതീശൻ തന്നെയാണ്. ഈ പറഞ്ഞ പോർട്ടിൻ്റെ മന്ത്രി ആരാ? വി ഡി സതീശനാണ്. അദാനിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്ത മന്ത്രി ഒരാൾ മാറിയിരിക്കുന്നു. അത് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇതൊന്നും കേരളത്തിൽ ആരും ഉന്നയിക്കാൻ പാടില്ല. ഇതെല്ലാം ഞാൻ പറയുന്നത് ഇതൊന്നും LDFൻ്റെ കാലത്ത് നടന്നതല്ലാന്നേ. കേരളത്തിൻ്റെ LDFൻ്റെ കാലത്ത് 49% വിൽക്കാൻ അദാനി തയ്യാറായിട്ടില്ല. 40% വിൽക്കുന്നതിന് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുമാത്രമല്ല 49% ഇപ്പം വിറ്റിരിക്കുന്നു എന്ന് കേരളത്തിലെ സർക്കാർ അറിയിച്ചിട്ട് 2 ദിവസമായില്ലേ? എന്ത് നടപടിയാണ് സ്വീകരിച്ചേ? 2 ദിവസമായി. കേരളത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം, ഏറ്റവും തന്ത്രപരം ഏത് ഇന്ത്യൻ ഓഷ്യൻ്റെ ഏക തുറമുഖം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ തുറമുഖത്ത് കാരണം എന്താണ്? ലോകരാജ്യങ്ങൾ തമ്മിൽ ഒരു പോർട്ടും നമുക്കറിയാലോ. ശ്രീലങ്കയിലെ പോർട്ട്, കൊളംബോ പോർട്ട് ചൈനയ്ക്ക് കൊടുത്ത അവസ്ഥ നമുക്കറിയാലോ. എന്താ ആ രാജ്യമില്ലാതായി. ആ രാജ്യം ചൈന കീഴടക്കിയ പോലെ ആയിപ്പോയി ഒരു സമയത്ത്. എന്തുകൊണ്ടാണ്? ഒരു പോർട്ട്, കൊളംബോ പോർട്ട് കൊടുത്ത പോലെയാണ്. അങ്ങനെ ഒരു പോർട്ട്, കേരളത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം, ഒരു പോർട്ട് 49% 2080 വരെയുള്ള സ്ഥലത്ത് 49% ഒരു വിദേശ കമ്പനിക്ക് വിൽക്കുമ്പോൾ ആ കമ്പനി ആ പോർട്ട് സ്ഥിതി ചെയ്യുന്ന സർക്കാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഭരണപരമായ പരാജയമല്ലേ? ആ പരാജയം വെച്ച് രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞു. പരാജയം. എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ സ്വത്ത്, എൻ്റെ ഉടമസ്ഥതയിൽ ഞാൻ കേരളത്തിലെ സ്വത്തുക്കളും ജനങ്ങളെയും സ്വത്തുക്കൾ കൈകാര്യം ചെയ്തോളാം. ഞാനാണ് അതിൻ്റെ ഉന്നത അധികാരി എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നത്, അല്ലേ? കേരളത്തിലെ മന്ത്രിമാർ അധികാരത്തിൽ വരുന്നത്. കേരളത്തിൽ സ്വത്തിനും ജീവനും പൂർണ്ണ ഉത്തരവാദിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അല്ലേ? ആ മുഖ്യമന്ത്രിയുടെ ഒരു സംവിധാനം, ഇത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം വേറൊരു വിദേശ കമ്പനിക്ക്, ഒരു പ്രൈവറ്റ് കമ്പനി വിറ്റു എന്ന് പറഞ്ഞപ്പോൾ, ആ കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനി വിറ്റു എന്ന് പറഞ്ഞപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചേ? അത് 3 സെക്രട്ടറിമാരെ വെച്ച് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതിനകത്തൊരു മന്ത്രി ഉണ്ടോ? ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ഉണ്ടോ? 3 ഉദ്യോഗസ്ഥന്മാർ, 3 ബ്യൂറോക്രാറ്റ്സ് ആണോ നോക്കേണ്ടത്? ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് ഒരെണ്ണം 10,000 കോടി വിഴിഞ്ഞത്തിന് 10,000 കോടി 49% വിറ്റു എന്ന് പറഞ്ഞിട്ട് എന്താ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് വെക്കാത്ത എന്തുകൊണ്ടാണ്? ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ KC വേണുഗോപാലിൻ്റെ കാര്യം ചോദിക്കുന്നത്. KC വേണുഗോപാൽ ചോദിച്ചു, അദാനി എവിടെ സൂപ്പർ പവറാണ്? BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് സൂപ്പർ പവറാണ്. അതറിയാവുന്ന കോൺഗ്രസ് ആണ്, അല്ലേ? ആ കോൺഗ്രസ് അദാനി ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കണ്ടേ? എന്തുകൊണ്ട് നോക്കിയില്ല? അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നതല്ല ചോദ്യം. എന്തുകൊണ്ട് നോക്കിയില്ല? അദാനി സൂപ്പർ പവർ ആണെന്ന് അറിയാവുന്ന കോൺഗ്രസ്, അദാനി സൂപ്പർ പവർ ആണെന്നും അദാനി BJPക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും, എന്ത് സപ്പോർട്ട് ചെയ്തു കൊടുക്കും എന്ന് പറയുന്ന അറിയാവുന്ന കോൺഗ്രസ്, അവരുമായിട്ട് എല്ലാ ഡീലും ഉറപ്പിക്കുന്ന കോൺഗ്രസ്, അദാനിക്കെതിരെ ഇന്നും ആക്ഷേപം പറയുന്ന കോൺഗ്രസ്, കേരളത്തിൽ അദാനി എന്ത് ചെയ്യുന്നു എന്ന് നോക്കണ്ടായിരുന്നോ? നോക്കിയില്ലല്ലോ. അദാനിൻ്റെ കയ്യിലുള്ള ഏക സംവിധാനം വിറ്റു. വേറൊരു കാര്യം പറയട്ടെ, തിരുവനന്തപുരം എയർപോർട്ട് ആരയില്ല, അദാനീൻ്റെ അടുത്താണ്. തിരുവനന്തപുരം പോർട്ട് ആരയില്ല, അദാനീൻ്റെ അടുത്താണ്. ചെറിയ കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. വളരെ നിസ്സാരമായ കാര്യം. ആരാണ് എയർപോർട്ടിൻ്റെ മന്ത്രി? കേരളത്തിലെ എയർപോർട്ടിൻ്റെ മന്ത്രി ആരാ? വി ഡി സതീശനാണ്. കേരളത്തിലെ പോർട്ടിൻ്റെ മന്ത്രി ആരാ? വി ഡി സതീശനാണ്. അപ്പോൾ ഇതിനെ വളരെ നിഷ്കളങ്കമായി കാണാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് തലകുടിഞ്ഞു വീണാലും ഞാൻ അതിനെക്കുറിച്ച് ആഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നു. എയർപോർട്ടും പോർട്ടൊക്കെ ഏത് കാലത്തും ആയിക്കോട്ടെ. നിങ്ങൾ ഈ പഴയ കാലം പറയില്ലേ, കേരളം വിറ്റോണ്ടിരിക്കുകയെന്ന്. നിങ്ങൾ പഴയ കാലം പറയില്ലേ? എന്താ ഇതിന് വളരെ ഇത്രയും സീരിയസ് ആയ കാര്യത്തെ വളരെ ലാഘവത്തോടു കൂടി കാണുന്നത്? കേരളത്തിൻ്റെ ഒരു പോർട്ടിൻ്റെ 49% വിറ്റു എന്ന് പറയുമ്പോൾ നിങ്ങൾ പഴയ കാലത്ത് എന്ത് വേണം ചെയ്തോട്ടെ? ഇവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലേ? കേരളത്തിലെ പോർട്ട് ഞാൻ പറഞ്ഞത് ഈ MNC കമ്പനീനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചേ. 20 ടൺ ഹെയർ ഓയിലാണ് കൊണ്ടുപോയത്. 20 ടൺ അല്ലേ? അതെന്താ ചെറിയ കാര്യമാണോ? ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ നടത്തുകയാണ്.
ഇവിടുത്തെ 1 ഗ്രാം MDMA പിടിക്കാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി അടക്കം 1 ഗ്രാം MDMA പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ക്രീനിങ് ഇല്ല മാധു, ഒരു സ്ക്രീനിങ് മെഷീൻ ഇല്ല. ഈ വിഴിഞ്ഞ പോർട്ടിൽ ഒരു സ്ക്രീനിങ് മെഷീൻ ഇല്ല. 1000 കപ്പൽ 1000 കപ്പലാക്കിട്ടെ 1000 കപ്പൽ വിഴിഞ്ഞത്ത് വന്നില്ലേ? ഒന്ന് ആലോചിച്ചു. അല്ല 1000 കപ്പൽ മാധു, ഞാൻ ഇടതുപക്ഷത്തിന്റെ വക്കാലത്തല്ല അവിടെ പറയുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ ഇടതുപക്ഷത്തിന്റെ ഞാൻ പറഞ്ഞു ഇപ്പൊ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങൾ എന്റെ ഇടതുപക്ഷത്തിന്റെ വക്കാലത്തെടുത്ത് ആളാക്കാൻ മാറ്റണ്ട. അല്ല പറഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞു ഇപ്പത്തെ കാര്യം പറയുന്നത്. ഞാൻ എന്താ പറയാൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കേരളത്തിൽ 1000 ചോദിക്കുന്നേ, ഞാൻ 1000 2000 കപ്പൽ വന്നോട്ടെ, സ്ക്രീനിംഗ് പറഞ്ഞില്ലേ? ഇല്ല. അപ്പൊ അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത്? ഇതുവരെ ഇല്ലാത്ത സംശയം ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. അത് വേണമെങ്കിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവോട് ചോദിച്ചോളൂ. ഞങ്ങൾ എല്ലാ സമയത്തും സ്ക്രീനിങ്, അതൊക്കെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൽ പൗരൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എന്താണ് സ്വകാര്യ എന്താണ് പിന്നെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിന് വിശ്വസിച്ച് MSC എൽസ എന്ന കപ്പലിന്റെ കാര്യം പറഞ്ഞു. അതിവിടെ വന്നു, ഇവിടെ അപകടമുണ്ടായി, കേരളത്തിന്റെ തീരത്തിന് വലിയ തോതിലുള്ള പരിക്കുണ്ടാക്കി. അതിനുള്ളിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ മുതൽ ഇങ്ങോട്ട് നമുക്ക് പരിശോധന നടത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ സ്ക്രീനിംഗ് മെഷീൻ ഇല്ല എന്ന കാര്യം ഇപ്പോഴാണോ നമ്മുടെ മുന്നിൽ വന്നത്? നഷ്ടപരിഹാരം വാങ്ങിയിട്ടില്ല, നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം മേടിച്ചോ മേടിച്ചില്ല, അപകടകരമായ ഒരു സംവിധാനം നിൽക്കുന്നു സ്മൃതി മാഡം. അപകടകരമായ സംവിധാനം നിൽക്കുന്നു. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് യഥാർത്ഥ പ്രധാനപ്പെട്ട അപകടകരമായ ഒരു സംവിധാനമായിട്ട് ഇവിടെ ഒരു സർക്കാരും മുമ്പ് കണ്ടിട്ടില്ല. ഇവിടുത്തെ പഴയ കോൺക്ലേവിൽ പങ്കെടുത്ത് തന്നെ വലിയ നേട്ടമായിട്ടാണ് കഴിഞ്ഞ 3 ദിവസമായി കണ്ടല്ലോ. കൊടുത്തു എന്നതാണ് അതിലെ അപകടത്തിൽ 3 ബ്യൂറോക്രാറ്റ്സിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ പോയിന്റ് കറക്റ്റ് ആണ്. അതൃപ്തി അറിയിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ കരാർ വയലേഷൻ നടത്തി അതിന്റെ വിശദീകരണം നൽകണം എന്ന് നോട്ടീസ് കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഒറ്റ കാര്യമുള്ളൂ. ഈ പറഞ്ഞ അതൃപ്തി അറിയിച്ചു, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ് നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കരാറിൽ നിന്നും പിന്നാക്കം പോകാനൊന്നും ഒരു സർക്കാരും തൽക്കാലം കഴിയില്ലെന്ന് കേരളത്തിൽ വിഴിഞ്ഞം ഇതിനകം ഈ പാതി വഴിയിൽ പുറത്തേക്ക് വിൽപ്പന നിർത്തിവെക്കണം എന്ന് പറയണമേ. വിൽപ്പന നിർത്തിവെക്കണമെന്ന് പറയണം. എന്താണ് പറയേണ്ട സമയം അതിക്രമിച്ചു വേണം. പറയേണ്ട സമയം 2 ദിവസം ആവശ്യം. അല്ല, അറിയിക്കുക. അതിനു വേണ്ടി ഇവിടെ ഒരു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ അതാണ് പ്രശ്നം. അവിടെ ആ സമിതി അല്ല പ്രശ്നം. ഒരു ബ്യൂറോക്രാറ്റ്സ് നോക്കി തീരുമാനം എടുക്കേണ്ട ഒരു സംവിധാനം അല്ല. സമിതിയെ വേണ്ടതില്ല. ഇതിൽ പ്രാഥമികമായി സർക്കാർ പരിഗണിക്കേണ്ടത് കരാർ വയലേഷൻ ഉണ്ടായി, എന്തുകൊണ്ട് എന്ന് ഇവിടെ വന്ന് ബോധിപ്പിക്കാൻ പറയണം. കേരളത്തിലെ ജനങ്ങളെ ആശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിൽ ആശങ്ക എവിടെ നിൽക്കട്ടെ? ഇത് നിയമലംഘനമാണ്. അതിന് മറുപടി പറയാൻ പറയണം. വിഴിഞ്ഞത്ത് വഴങ്ങിയോ എന്നായിരുന്നു ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.